സുന്ദര പാവന രാത്രിയിലാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ജീവിതത്തിൽ കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ മുമ്പിൽ നിന്ന് നമുക്ക് ആരാധിക്കാം. അവിടുന്ന് തന്ന അനുഗ്രഹങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ഇനി തരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും സ്നേഹപൂർവ്വം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായൻ അരികിൽ വന്നു. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായൻ അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി. എന്തോരാനന്ദം, എന്തോരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. ഈശോ തരുന്ന വലിയ ആനന്ദത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നൽകുന്ന വലിയ അഭിഷേകം നമുക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് തരുന്ന ശക്തിയുടെ നിറവിലായിരിക്കാൻ കൃപയേകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ മുമ്പിലായിരിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാഗ്യമാണ് അവിടുന്ന് തന്നത്. എത്രയോ പേര് ജോലിയുടെ മധ്യത്തിലാണ്, എത്രയോ പേര് യാത്ര മധ്യത്തിലാണ്, എത്രയോ പേര് പഠനത്തിൻ്റെ മധ്യത്തിലാണ്, എത്രയോ പേര് വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള പ്രവൃത്തികളുടെ മധ്യത്തിലാണ്. അതിനിടയിൽ നമുക്ക് ഈ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ,
ഈ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കാൻ, ഈ സാന്നിധ്യത്തെ സ്തുതിക്കാൻ, ഈ സാന്നിധ്യത്തെ ഏറ്റുപറയാൻ, ഈ സാന്നിധ്യത്തോടൊപ്പമായിരിക്കാൻ, ഈ സാന്നിധ്യത്തെ പ്രകീർത്തിക്കാൻ, ഈ സാന്നിധ്യത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കാൻ, ഈ സാന്നിധ്യത്തിന് സ്തോത്രമർപ്പിക്കാൻ കർത്താവ് തന്ന മനോഹരമായ അവസരത്തെ ഓർത്ത്, ഈ നിമിഷങ്ങളെ ഓർത്ത് നമുക്കൊന്ന് ചേർന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരിക്കുന്ന നമ്മൾ ഒന്ന് ചേർന്ന് ഈ പരിശുദ്ധ കുർബാനയെ ഒന്ന് ചേർന്ന് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ കാണുവീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ കാണുവീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: രക്ഷ കിട്ടിയവരും രക്ഷപ്പെട്ടവരും ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഒരു രംഗം. രക്ഷ കിട്ടിയവരും രക്ഷപ്പെട്ടവരും കർത്താവിനെ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അന്ന് രക്ഷ കിട്ടിയവരും രക്ഷപ്പെട്ടവരുമായവരെ പോലെ തന്നെയാണ് ഇന്നും. രക്ഷ കിട്ടിയവരാണ് നമ്മൾ. കാരണം രക്ഷയുടെ കുദാശയായ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ രക്ഷകർത്താവ് പ്രദാനം ചെയ്ത് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും. ഇനി രക്ഷപ്പെട്ടവരാണ്. ഒരുപക്ഷേ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ രോഗങ്ങളും വ്യാധികളും ജീവിതത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ധങ്ങളും അസ്വസ്ഥതകളും എല്ലാം നമ്മളെ കാർന്നു തിന്നിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവരാണ് നമ്മൾ. രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ശാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇങ്ങനെ രക്ഷപ്പെട്ടവരും രക്ഷ കിട്ടിയവരുമായ നമ്മൾ ഒന്ന് ചേർന്ന് ഇതാ ഈ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്കും അന്ന് ജനം രക്ഷ കിട്ടിയവരും രക്ഷപ്പെട്ടവരുമായ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചതുപോലെ, ആരാധിച്ചതുപോലെ, അവിടത്തേക്ക് നന്ദി പറഞ്ഞതുപോലെ, അവിടുത്തെ മഹത്വപ്പെടുത്തിയതുപോലെ, അവിടുത്തെ മുമ്പിൽ സ്തോത്രങ്ങൾ ആലപിച്ചതുപോലെ നമുക്കും ഒന്ന് ചേർന്ന് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാം തിരുവചനം. സോളമൻ രാജാവും തൻ്റെ ജനവും 1000 ദഹനബലികൾ അർപ്പിച്ച് കർത്താവിനെ ആരാധിച്ചതിനെ കുറിച്ച് തിരുവചനം പങ്കുവയ്ക്കുന്നുണ്ട്. രാജ്യത്തും ദേശത്തും കർത്താവ് ചെയ്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇടപെടലുകളും വിജയങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത വിജയങ്ങളുമെല്ലാം കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച രാജാവായ സോളമനും തൻ്റെ ജനവും ഒന്നു ചേർന്ന് പ്രിയപ്പെട്ടവരെ 1000 ദഹനബലികൾ അർപ്പിച്ചാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത്, ദൈവത്തെ സ്തുതിച്ചത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രയോ വിജയങ്ങൾ നൽകിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മളെ വിവിധങ്ങളായ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എത്രയോ അപകടങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ പരിപാലിച്ചിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. എത്രയോ പരീക്ഷകളിൽ നിന്നും നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ കാത്തിട്ടുണ്ട്. എത്രയോ തിന്മകളിൽ പെടാതിരിക്കാൻ, വീഴാതിരിക്കാൻ കർത്താവ് നമ്മളെ പരിപാലിച്ചിട്ടുണ്ട്. എത്രയോ അസ്വസ്ഥതകളും ഉത്കണ്ഠകളും ജീവിതത്തിൽ കടന്നു വന്നിരുന്ന സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് മുക്തരാകാൻ കർത്താവ് നമുക്ക് ഇട നൽകിയിട്ടുണ്ട്. അതുപോലെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നാനായിട്ടുണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ പാപസങ്കീർത്തനത്തിലൂടെ കർത്താവ് മോചിപ്പിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും നമുക്കൊന്ന് ചേർന്ന് സോളമൻ രാജാവും തൻ്റെ ജനവും തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളെ, അനുഗ്രഹങ്ങളെ, കൃപകളെ, വിജയത്തെ ഓർത്ത് 1000 ദഹനബലികൾ അർപ്പിച്ച് അവിടത്തേക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ഉള്ളം കൊണ്ട്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവുകൊണ്ട്, ശരീരം കൊണ്ട്, അധരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഇരുകരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ എല്ലാ മക്കളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തോത്രം ചെയ്യുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം. ഈശോയിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുകൊണ്ട് നമുക്ക് വചനത്തിൻ്റെ അർത്ഥമൊന്ന് ഗ്രഹിക്കാം. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും എന്ന തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നവനാണ് എന്ന തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പേ കർത്താവ് അത് കേൾക്കുന്നവനാണ് കർത്താവ് എന്നും തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ യാചനകളും കർത്തൃസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പേ കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതേ ഉണ്ടാവുന്നുള്ളൂ. അതിനു മുമ്പേ കർത്താവ് അത് അറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. തിരുവചനത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു. നമ്മുടെ നിലവിളികൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കൂടുതൽ പേരും ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്ന കൂടുതൽ പേരും കുടുംബത്തിലായിരിക്കുന്നവരാണ്, കുടുംബാംഗങ്ങളാണ്, കുടുംബമുള്ളവരാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ സൗഹൃദത്തെ, സാഹോദര്യത്തെ, സ്നേഹത്തെ,
കരുണയെ, കുടുംബത്തിൽ ജീവിക്കേണ്ട സൂക്ഷിക്കേണ്ട വിട്ടുവീഴ്ച മനോഭാവത്തെ മനസ്സിലാക്കൽ ഒത്തിരിയേറെ ആവശ്യമുള്ളതാണ് ഓരോ കുടുംബവും കുടുംബജീവിതവും. അതുപോലെ പരസ്പര സഹായഹസ്തം എപ്പോഴും ആവശ്യമുള്ളതാണ് കുടുംബവും കുടുംബജീവിതം. അതുപോലെ പരസ്പരം വളർത്തൽ എപ്പോഴും ആവശ്യമുള്ളതാണ്, നിലനിൽക്കേണ്ടതാണ്, നിലനിർത്തേണ്ടതാണ്. പരസ്പരം പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാകേണ്ടതാണ് കുടുംബം. അതുപോലെ പരസ്പരം ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, ക്ഷമ കൊടുക്കേണ്ട ഇടമാണ് കുടുംബം കുടുംബജീവിതം. ക്ഷമ ചോദിക്കേണ്ട ഇടം, ക്ഷമ കൊടുക്കേണ്ട ഇടമാണ്. നമുക്ക് നന്ദിയോടെ നമ്മുടെ കുടുംബത്തെ ഓർക്കാം. കുടുംബത്തിൽ തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് സന്നിധിയിൽ ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലൂടെയാണ് കർത്താവ് ഓരോ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നത്, അഭിഷേകം ചെയ്തത്. നമുക്ക് നന്ദിയോടെ സന്നിധിയിൽ ഓർക്കാം, അനുസ്മരിക്കാം. പരസ്പരം പ്രാർത്ഥിക്കേണ്ടവരാണ് കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഓരോരുത്തരും. പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിലനിൽക്കേണ്ടതാണ് കുടുംബവും കുടുംബ ബന്ധങ്ങളുമൊക്കെ. അല്ലെങ്കിൽ കുടുംബ ബന്ധം എല്ലാം ശിഥിലമാക്കി പോകും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരും. കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് അധപതിക്കും. കുടുംബ ബന്ധങ്ങളിൽ പൊട്ടലുകളും ചീറ്റലുകളും വരും. അത് വരാതിരിക്കാൻ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും ശുദ്ധമാകണം, പരിശുദ്ധമാകണം. അതിന് കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാകണം, വചനം വായിക്കുന്ന കുടുംബങ്ങളാകണം, സ്തുതിക്കുന്ന കുടുംബങ്ങളാകണം, ഒരേ മനസ്സോടെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളാകണം. തിരുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്ന സ്വീകരിക്കുന്ന കുടുംബങ്ങളാകണം ഓരോ കുടുംബങ്ങളും. പരസ്പരം അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന വ്യക്തികളാകണം ഓരോ കുടുംബങ്ങളിലുള്ളത്. അതുപോലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, അയൽപക്കക്കാർക്ക് വേണ്ടി ത്യാഗങ്ങൾ എടുക്കുന്നതായിരിക്കണം ഓരോ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്, കുടുംബാംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബങ്ങളും ഈശോയുടെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം, ദാഹിക്കാം. ഈശോയെ, നീ വരണമേ, നീ കടന്ന് ഓരോ കുടുംബങ്ങളിലേക്കും വന്ന് അനുഗ്രഹമായി അഭിഷേകമായി ഓരോ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നീ വന്നിടണമേ, എൻ്റെ ഹൃദയത്തിൽ വന്നിടണമേ, എൻ്റെ കുടുംബത്തിൽ വന്നിടണമേ. ഹല്ലേലൂയ, 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 ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സൗഖ്യമായവരും ആകാനുള്ളവര്, സൗഖ്യം ലഭിക്കാനായിട്ടുള്ളവര്, സൗഖ്യം ആവശ്യമുള്ളവര്, നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നമുക്ക് ഈ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ എല്ലാ നൊമ്പരങ്ങളോടും ബുദ്ധിമുട്ടുകളോടും ഉത്കണ്ഠകളോടും ആകുലകളോടും മുറിവുകളോടും വേദനകളോടും നൊമ്പരങ്ങളോട് ചേർത്ത് സമർപ്പിക്കാം. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ പേറുന്നവർ, മുറിവുകൾ പേറുന്നവർ, വ്യാധികൾ പേറുന്നവർ, അതുപോലെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ചേർക്കണമേ എന്ന് യാചിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവരുണ്ട്, കുടുംബമില്ലാത്തവരുണ്ട്, കുടുംബശിഥിലമായി പോയവരുണ്ട്, സ്ഥലം വിൽപ്പന നടക്കാത്തവരുണ്ട്, സ്ഥലം വാങ്ങാൻ സാധിക്കാത്തവരുണ്ട്, വിവാഹം നടക്കാത്ത മുടങ്ങിക്കിടക്കുന്ന മക്കളുണ്ട്, മക്കളെ ലഭിക്കാത്തവരുണ്ട്, ശമ്പളം ലഭിക്കാത്തവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവരുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, പാസ്സാകാത്തവരുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, രാജഭീതിയിൽ കഴിയുന്ന മക്കളുണ്ട്, ഉത്കണ്ഠകളുള്ള മക്കളുണ്ട്, ജീവിതത്തെക്കുറിച്ച് വ്യാധികൾ ആകുലതകൾ പേറുന്ന മക്കളുണ്ട്, പരാജഭീതിയിൽ
അധപതിച്ച് കിടക്കുന്ന മക്കളുണ്ട്. ഒന്ന് കയറ്റിക്കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമിന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമിന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ